ASAPന്റെ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് സാമ്പത്തിക മേഖലയിലെ കറണ്ട് അഫയേഴ്സ് ആണ്. 2020-21 വർഷത്ത് ഇന്ത്യയിലെയും കേരളത്തിലെയും ലോകത്തിലെയും ഏറ്റവും പ്രധാനപ്പെട്ട സാമ്പത്തികവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. കറണ്ട് അഫയേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം പ്രധാനപ്പെട്ട 2-3 ബേസിക് കാര്യങ്ങൾ. ഒന്ന്, ഇന്ത്യയിൽ നമ്മുടെ രാജ്യത്തിന്റെ കറണ്ട് അഫയേഴ്സ്, രാജ്യത്തിന്റെ സാമ്പത്തികവുമായി ബന്ധപ്പെട്ടതാണ്. ഒന്ന്, ഇന്ത്യയുടെ നിലവിലെ ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ. മറന്നു പോകരുത്, ഇന്ത്യയുടെ നിലവിലെ ധനകാര്യമന്ത്രിയുടെ പേര് നിർമ്മല സീതാരാമൻ. ഇന്ത്യയുടെ നിലവിലെ ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ. ധനകാര്യമന്ത്രിയുടെ കൂട്ടത്തിൽ ഓർത്തു വെക്കുക, ഇന്ത്യയുടെ ധനകാര്യ സെക്രട്ടറി. മന്ത്രി ചോദിക്കുന്ന പോലെ തന്നെ ധനകാര്യ സെക്രട്ടറി TV സോമനാഥൻ IAS. മറന്നു പോകരുത്, TV സോമനാഥൻ IAS. അപ്പൊ ധനകാര്യ മന്ത്രി ആരാണ്? നിർമ്മല സീതാരാമൻ. ധനകാര്യ സെക്രട്ടറി ആരാണ്? TV സോമനാഥൻ. ഇന്ത്യയുടെ ധനകാര്യ സെക്രട്ടറിയുടെ പേര് TV സോമനാഥനാണ്. അതേപോലെ ഇന്ത്യയുടെ ധനകാര്യ കമ്മീഷൻ ഏതാണെന്ന് ചോദിച്ചാൽ, ഇന്ത്യയുടെ ഫിനാൻസ് കമ്മീഷൻ എന്ന് കേരള PSC ചോദിച്ചാൽ ഓർത്തു വെച്ചോ, NK സിംഗ് അഥവാ നന്ദകിഷോർ സിംഗ്. NK സിംഗ് അഥവാ നന്ദകിഷോർ സിംഗ് ആണ് ഇന്ത്യയുടെ നിലവിലെ ധനകാര്യ കമ്മീഷൻ എന്ന് ഓർത്തു വെക്കുക. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. എത്രാമത്തെ ധനകാര്യ കമ്മീഷനാണ്? 15ാമത്തെ ധനകാര്യ കമ്മീഷനാണ്. അപ്പൊ കേരള PSC ചോദിക്കുന്നത് ഇന്ത്യയുടെ 15ാമത്തെ ധനകാര്യ കമ്മീഷന്റെ പേരെന്താ? NK സിംഗ്, നന്ദകിഷോർ സിംഗ്. അപ്പോ ധനകാര്യ മന്ത്രി ആരാ? നിർമ്മല സീതാരാമൻ. ധനകാര്യ സെക്രട്ടറി ആരാ? TV സോമനാഥൻ. ധനകാര്യ കമ്മീഷൻ ആരാ? NK സിംഗ്. മറന്നു പോകരുത്. അതേപോലെ തന്നെ നമുക്ക് ജോലി കിട്ടിക്കഴിഞ്ഞാൽ ശമ്പളം തീരുമാനിക്കുന്നത് ശമ്പള കമ്മീഷനാണ്. ഇന്ത്യയുടെ നിലവിലെ ശമ്പള കമ്മീഷനാണ് AK മാത്തൂർ. ഇന്ത്യയുടെ നിലവിലെ ശമ്പള കമ്മീഷനാണ് AK മാത്തൂർ. 7ാമത് ശമ്പള കമ്മീഷനാണ് AK മാത്തൂർ. അപ്പോ ധനകാര്യ കമ്മീഷൻ 15 നമ്മൾ പഠിച്ചു. അങ്ങനെയാണെങ്കിൽ ശമ്പള കമ്മീഷൻ എത്രയാണ്? 7ാമത്തതാണ്. അപ്പൊ എത്രാമത്തെ ശമ്പള കമ്മീഷനാണ് രാജ്യത്തുള്ളത്? 7ാമത്താണ്. ശമ്പള കമ്മീഷന്റെ പേരെന്താ? AK മാത്തൂർ. മറന്നു പോകല്ലേ. കേരളത്തിന്റെ ധനകാര്യ കമ്മീഷൻ അഥവാ കേരളത്തിന്റെ ഫിനാൻസ് കമ്മീഷന്റെ പേരാണ് SM വിജയാനന്ദ്. കേരളത്തിന്റെ ഫിനാൻസ് കമ്മീഷനാണ് SM വിജയാനന്ദ്. അപ്പൊ കേരളത്തിന്റെ ഫിനാൻസ് കമ്മീഷൻ SM വിജയാനന്ദ് ആണെങ്കിൽ കേരളത്തിന്റെ ശമ്പള കമ്മീഷനാണ് K മോഹൻദാസ്. അപ്പോ ഇന്ത്യയുടെ ശമ്പള കമ്മീഷൻ AK മാത്തൂർ ആണെങ്കിൽ കേരളത്തിന്റെ ശമ്പള കമ്മീഷൻ K മോഹൻദാസ്. ഇന്ത്യയുടെ ധനകാര്യ കമ്മീഷൻ NK സിംഗ് 15 ആണെങ്കിൽ കേരളത്തിന്റെ ധനകാര്യ കമ്മീഷന്റെ പേര് SM വിജയാനന്ദ്. ഫാക്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ഭാഗത്തിലേക്ക് പോകാം. നമ്മുടെ രാജ്യത്തിന്റെ എക്കണോമിക് അഡ്വൈസർ ആയിട്ട്, ദ ചീഫ് എക്കണോമിക് അഡ്വൈസർ ടു ദി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്ന് ചോദിച്ചാൽ ഇന്ത്യയുടെ ധനകാര്യ കാര്യങ്ങളിൽ ഉപദേശക സമിതിയുടെ അധ്യക്ഷനാണ് ചീഫ് എക്കണോമിക് അഡ്വൈസർ ആണ് കൃഷ്ണമൂർത്തി സുബ്രഹ്മണ്യൻ. മറന്നു പോകരുത്. ധനകാര്യ കമ്മീഷനും സാമ്പത്തിക കാര്യ കമ്മീഷനും തമ്മിൽ വ്യത്യാസമുണ്ട് കേട്ടോ. അജയ് സേത്തും വളരെ പ്രധാനപ്പെട്ട് TV സോമനാഥും തമ്മിൽ വ്യത്യാസമുണ്ട് കേട്ടോ. മറന്നു പോകല്ലേ. TV സോമനാഥ് ധനകാര്യ കമ്മീഷനും മറ്റേത് സാമ്പത്തിക കാര്യ കമ്മീഷനാണ്. മറന്നു പോകരുത് കേട്ടോ. അപ്പൊ ശമ്പള കമ്മീഷൻ പറഞ്ഞു. ചീഫ് എക്കണോമിക് അഡ്വൈസർ ടു ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്ന് ചോദിച്ചാൽ കൃഷ്ണമൂർത്തി സുബ്രഹ്മണ്യൻ. അപ്പൊ നമ്മൾ പഠിച്ച ഫാക്ടുകൾ ഒരിക്കൽ കൂടി പറയുന്നു. ധനകാര്യ മന്ത്രി നിർമ്മല സീതാരാമൻ, ധനകാര്യ സെക്രട്ടറി TV സോമനാഥൻ, ശമ്പള കമ്മീഷൻ എന്ന് ചോദിച്ചാൽ AK മാത്തൂർ, ധനകാര്യ കമ്മീഷൻ എന്ന് ചോദിച്ചാൽ NK സിംഗ്, ചീഫ് എക്കണോമിക് അഡ്വൈസർ എന്നാണ് ചോദ്യമെങ്കിൽ കൃഷ്ണമൂർത്തി സുബ്രഹ്മണ്യൻ. മറന്നു പോകരുത്. അടുത്ത പോയിന്റ് എന്താണെന്നറിയോ? ഇന്ത്യയുടെ പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയുടെ ചെയർമാൻ അല്ലെങ്കിൽ ഇന്ത്യയിലെ പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരാന്ന് ചോദിച്ചാൽ അധീർ രഞ്ജൻ ചൗധരി. മറന്നു പോകല്ലേ. അപ്പൊ ഇന്ത്യയുടെ പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി ചോദിക്കുന്നത് ഇന്ത്യയുടെ പാക്കിന്റെ അധ്യക്ഷൻ ആര് എന്നായിരിക്കും. എന്താ പാക്ക്? പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയുടെ ചെയർമാന്റെ പേര് അല്ലെങ്കിൽ പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് ചോദിച്ചാൽ ഓർത്തു വെച്ചോ, അധീർ രഞ്ജൻ ചൗധരി. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നമ്മൾ അറിയാം, രാജ്യത്ത് സെൻസസ് ഉണ്ട്. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ സെൻസസ് നടപടികളൊക്കെ നിർത്തിവെച്ചിരിക്കുകയാണ്. അപ്പോ ഈ രാജ്യത്ത് സെൻസസ് ഉണ്ടെന്ന് നമുക്കറിയാം. എന്നാൽ രാജ്യത്ത് സാമ്പത്തിക സെൻസസ് ഉള്ളത് ഓർത്തു വെക്കുക. എന്തുണ്ട്? സാമ്പത്തിക സെൻസസ് രാജ്യത്തുണ്ട്. രാജ്യത്തിലെ സമ്പദ് വ്യവസ്ഥയെ കുറിച്ച് സെൻസസ് നടത്താറുണ്ട്, കണക്കെടുപ്പ് നടത്താറുണ്ട്. അങ്ങനെ രാജ്യത്തെ 7ാമത്തെ സാമ്പത്തിക സെൻസസ് ആണ് 2019. എവിടെയാ തുടക്കം കുറിച്ചത്? ഡൽഹിയിലാ തുടക്കം കുറിച്ചത്. മുഖ്യമന്ത്രി
ആരാ? അരവിന്ദ് കെജ്രിവാള്. ലഫ്റ്റനന്റ് ഗവർണർ ആരാ? അനിൽ ബൈജാൽ. നമ്മൾ പഠിച്ചതാണെങ്കിൽ ഓർത്തു വെച്ചോ, 2019 സാമ്പത്തിക സെൻസസ് ഡൽഹിയിൽ തുടക്കം കുറിച്ചു. 1977 ആദ്യത്തെ സാമ്പത്തിക സെൻസസ്. ഓർത്തു വെക്കണേ, ഹെഡിങ് സാമ്പത്തിക സെൻസസ് ആണ്. രാജ്യത്ത് 1977 മറന്നു പോകരുത്, 77 ആദ്യത്തെ സെൻസസ്. 5 വർഷം കൂടുമ്പോഴാണ്. പക്ഷേ ശ്രദ്ധിക്കുക, 10 വർഷം കൂടുമ്പോഴായിരുന്നു, 13 വർഷം കൂടുമ്പോൾ എടുത്തിരുന്നു, 7 വർഷം കൂടുമ്പോൾ എടുത്തിരുന്നു. എന്നാൽ ഇപ്പോൾ അത് 5 വർഷമായി നിജപ്പെടുത്തി. 5 വർഷം കൂടുമ്പോഴാണ് ഇപ്പോൾ സാമ്പത്തിക സെൻസസ് ഉള്ളത്. ശ്രദ്ധിച്ചോ, എന്താണ് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ? CSO നമ്മൾ പഠിച്ചിട്ടുണ്ട്. CSOയും ഡയറക്ടറേറ്റ് ഓഫ് എക്കണോമിക്സ് സ്റ്റാറ്റിസ്റ്റിക്സ് ചേർന്നാണ് സാമ്പത്തിക സെൻസസ് സംഘടിപ്പിക്കുന്നത്. അപ്പൊ ആരൊക്കെ ചേർന്നാണ് സാമ്പത്തിക സെൻസസ് സംഘടിപ്പിക്കുന്നത്? CSO. എന്താണ് CSOയുടെ പൂർണ്ണരൂപം? സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ. എന്താണ് CSOയുടെ പൂർണ്ണരൂപം? സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ. ആരോട് കൂടെ ചേർന്നിട്ടാണ്? ഡയറക്ടറേറ്റ് ഓഫ് എക്കണോമിക്സ് സ്റ്റാറ്റിസ്റ്റിക്സ് ചേർന്നാണ്. 2 പേരും ചേർന്നുകൊണ്ട് സാമ്പത്തിക സെൻസസ്. 1977 സാമ്പത്തിക സെൻസസ്, 5 വർഷം കൂടുമ്പോഴുള്ള സാമ്പത്തിക സെൻസസ്, 2019 ഡൽഹിയിൽ തുടക്കം കുറിച്ച സാമ്പത്തിക സെൻസസ്. മറന്നു പോകരുത്, ഫാക്ട് ഓർത്ത് വെച്ചോ. അടുത്ത പോയിന്റ്, അതാണ് ഇമ്പോർട്ടന്റ്. ഈ സാമ്പത്തിക സെൻസസ് ആണ് ഡിജിറ്റൽ രൂപത്തിൽ സംഘടിപ്പിച്ചത്. ഇന്ത്യയിൽ ആദ്യമായി ഡിജിറ്റൽ രൂപത്തിൽ സംഘടിപ്പിച്ച സാമ്പത്തിക സെൻസസ് 2019 ഡൽഹിയിൽ തുടക്കം കുറിച്ച സാമ്പത്തിക സെൻസസ് ആണ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇന്ത്യയിൽ ആദ്യമായി ഡിജിറ്റൽ രൂപത്തിൽ സാമ്പത്തിക സെൻസസ് നടത്തിയത് 2019 ഡൽഹിയിൽ തുടക്കം കുറിച്ചു. അപ്പൊ അതാണ് പോയിന്റ്. അപ്പൊ കേരള PSC ചോദിക്കുന്ന ചോദ്യം ഇതായിരിക്കും: ഇന്ത്യയിൽ നിലവിൽ എത്രാമത്തെ സാമ്പത്തിക സെൻസസ് ആണ്? 7ാമത്തത്. സാമ്പത്തിക സെൻസസ് എന്ന് പറയുന്ന ഭാഗം ക്ലിയർ ആണെങ്കിൽ അടുത്ത ഭാഗത്തിലേക്ക് പോകാം. അടുത്ത ഭാഗമാണ് സാമ്പത്തിക സംവരണ ബില്ല്. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന ജനറൽ വിഭാഗത്തിലെ, മറന്നു പോകല്ലേ, ജനറൽ വിഭാഗത്തിലെ ആളുകൾക്ക് 10%. ഇതാണ് ഇമ്പോർട്ടന്റ്. കേരള PSC ചോദ്യം ഇവിടെ നിന്നാണ് വരിക. എന്താണ്, എത്ര ശതമാനമാണ് റിസർവേഷൻ? 10%. എത്ര ശതമാനം റിസർവേഷൻ? 10%. ആർക്കാ കിട്ടുക? ജനറൽ വിഭാഗത്തില്. ജനറൽ വിഭാഗത്തിൽ അവർ എങ്ങനെയായിരിക്കണം? സാമ്പത്തികമായി പിന്നോക്കം നിൽക്കണം. അപ്പൊ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന ജനറൽ വിഭാഗത്തിന് 10% സാമ്പത്തിക സംവരണം നൽകുന്ന ബില്ല് കേന്ദ്ര സർക്കാർ പാസാക്കി. അതിന് നമ്മൾ സാമ്പത്തിക സംവരണ ബില്ല് എന്ന് പഠിക്കുന്നു. കഥ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി പോയിന്റിലേക്ക് പോകാം. പഠിച്ചോ, എന്താണെന്നറിയോ? സംവരണാനുകൂല്യം നൽകുന്ന സാമ്പത്തിക സംവരണവുമായി ബന്ധപ്പെട്ട ഭരണഘടനാ ഭേദഗതി ബില്ല്. എന്താണ് ഭരണഘടനാ ഭേദഗതി ബില്ല് എന്ന് ചോദിച്ചാൽ 124. അപ്പോ സാമ്പത്തിക സംവരണവുമായി ബന്ധപ്പെട്ട ഭേദഗതി ബില്ല് എന്നാണ് ചോദ്യമെങ്കിൽ 124. മറന്നു പോകരുത് കേട്ടോ. എന്താ സംവരണം നൽകുന്ന ഭേദഗതി എന്നാണ് ചോദ്യമെങ്കിൽ 103. രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താ? നമുക്കറിയാം, ഒരു ബില്ല് ലോകസഭ പാസാക്കും, രാജ്യസഭ പാസാക്കും, രാഷ്ട്രപതി ഒപ്പുവെക്കും, ഇന്ത്യയിൽ നിയമമാകും. ചിലപ്പോൾ രാജ്യസഭ പാസാക്കും, ലോകസഭ പാസാക്കും, രാഷ്ട്രപതി ഒപ്പുവെക്കും, ഇന്ത്യയിൽ നിയമമാകും. എക്സാമ്പിൾ ജമ്മു കാശ്മീരിന്റെ വിഭജന ബില്ല് രാജ്യസഭയിൽ ആദ്യം അവതരിപ്പിച്ചു, ശേഷം ലോകസഭയിൽ അവതരിപ്പിച്ചു, ശേഷം പ്രസിഡന്റ് ഒപ്പുവെച്ചു. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. എല്ലാ ബില്ലും ലോകസഭ പാസാക്കണം എന്നില്ല, എല്ലാ ബില്ലും രാജ്യസഭ പാസാക്കണം എന്നില്ല. ക്ലിയർ ആണല്ലോ. ബില്ലുകൾ നമ്മൾ അവതരിപ്പിച്ചു, പാസാക്കി വരുന്നത് രാഷ്ട്രപതി ഒപ്പുവെക്കുന്നതോട് കൂടിയിട്ടാ ഇന്ത്യയിൽ നിയമമാവുന്നത്. അങ്ങനെ നമ്മൾ അവതരിപ്പിച്ച 124ാമത്തെ ഭേദഗതി ബില്ലാണ് സാമ്പത്തിക സംവരണ ബില്ല്. ക്ലിയർ ആണോ? അങ്ങനെയാണ് എങ്കിൽ 124ാമത്തെ ഭേദഗതി ബില്ലായ സാമ്പത്തിക സംവരണ ബില്ല് രാജ്യസഭ, ലോകസഭ, ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് പ്രസിഡന്റ് ഒപ്പുവെച്ചതിന് ശേഷം അത് ഇന്ത്യയിൽ നിയമമായി. അങ്ങനെ കണക്കാക്കിയപ്പോൾ ഇന്ത്യയുടെ 103ാമത്തെ ഭേദഗതിയാണ് സാമ്പത്തിക സംവരണം. ക്ലിയർ. ബില്ലെന്ന് ചോദിച്ചാൽ 124, ഭേദഗതി എന്ന് ചോദിച്ചാൽ 103. ഫാക്ട് മനസ്സിലാക്കിക്കോ, കഥ മനസ്സിലാക്കിക്കോ, ചോദിക്കും. അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം കൂടിയുണ്ട്. എന്താണ് 100ാമത്തെ ഭേദഗതി എന്ന് ചോദിച്ചാൽ? ഓക്കെ, എന്താണ് 100 എന്ന് ചോദിച്ചാൽ ഓർത്തു വെച്ചോ, ഇന്ത്യയിലെ കുറെ ഗ്രാമങ്ങൾ ബംഗ്ലാദേശിൻ്റെതാണ്, ബംഗ്ലാദേശിലെ കുറെ ഗ്രാമങ്ങൾ ഇന്ത്യയുടേതാണ്. ഇത് തിരിച്ചറിഞ്ഞതിന് ശേഷമാണ് ഇന്ത്യക്കുള്ളിലെ ബംഗ്ലാദേശ് ഗ്രാമങ്ങളും ബംഗ്ലാദേശിനുള്ളിലെ ഇന്ത്യൻ ഗ്രാമങ്ങളും പരസ്പര ധാരണയോടുകൂടി ഇന്ത്യയും ബംഗ്ലാദേശും കൈമാറ്റം ചെയ്തു.
ഭേദഗതി 100. 101 എന്താ? GST, നമ്മൾ പഠിച്ച GST. 102 എന്താ? നാഷണൽ ബാക്ക്വേർഡ് ക്ലാസസ്. 103 എന്താ? സാമ്പത്തിക സംവരണ ബില്ല്. കഥ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓർത്തു വെക്കാൻ വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ് പറഞ്ഞത്, ശ്രദ്ധിക്കുക. 124ാമത്തെ ബില്ലും 103ാമത്തെ ഭേദഗതിയും. ബില്ല് പാസ്സാക്കിയത് 2019. 2019 ബില്ലിനെ നമ്മൾ കേന്ദ്ര മന്ത്രിസഭ പാസ്സാക്കിയത് 2019 ജനുവരി 7. 2019 ജനുവരി 7. ലോകസഭ പാസ്സാക്കിയത് 2019 ജനുവരി 8. രാജ്യസഭ പാസ്സാക്കിയത് ജനുവരി 9. മറന്നു പോകല്ലേ. അപ്പൊ 7-ാം തീയതി 2019 കേന്ദ്ര മന്ത്രിസഭ ബില്ല് പാസ്സാക്കി. ലോകസഭ എന്നാ? ജനുവരി 8. രാജ്യസഭ എന്നാ? ജനുവരി 9. ഫാക്ട് മനസ്സിലായോ? അപ്പൊ ലോകസഭ ജനുവരി 7, ജനുവരി 8, രാജ്യസഭ ജനുവരി 9. വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം, മന്ത്രിസഭ പാസ്സാക്കിയത് ജനുവരി 7. മറന്നു പോകല്ലേ. എത്ര ശതമാനം റിസർവേഷൻ? 10%. ആർക്കാ കിട്ടുക? ജനറൽ വിഭാഗത്തിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക്. എത്രാമത്തെ ഭേദഗതി ബില്ല? 124ാമത്തെ. എത്രാമത്തെ ഭേദഗതിയാ? 103. ക്ലിയർ ആണെങ്കിൽ അടുത്ത പോയിന്റിലേക്ക്. രാഷ്ട്രപതി ഒപ്പുവെച്ചു ജനുവരി 12 യുവജന ദിനത്തിന്റെ അന്ന്. 2019 ജനുവരി 12 ഒപ്പുവെച്ചു. എന്തൊപ്പുവെച്ചു? സംവരണ ബില്ല്. 7 മന്ത്രിസഭ, 8 ലോകസഭ, 9 രാജ്യസഭ, 12 രാഷ്ട്രപതി ഇന്ത്യയിൽ നിയമമായി 10% സാമ്പത്തിക സംവരണം കൊടുക്കണം. 2019 ജനുവരി 12. മനസ്സിലായെങ്കിൽ അടുത്ത പോയിന്റിലേക്ക്. ഓക്കെ, ഭരണഘടനയാണ്. ഭരണഘടന ഭേദഗതി ചെയ്യണം. ഭേദഗതി ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഭരണഘടനയിലെ പല വകുപ്പുകൾ വരും. 103ാമത് ഭരണഘടനാ ഭേദഗതിയിലൂടെ ഭേദഗതി ചെയ്ത വകുപ്പുകൾ എന്ന് ചോദിച്ചാൽ 103ാമത് ഭരണഘടനാ ഭേദഗതിയിലൂടെ ഭേദഗതി ചെയ്ത വകുപ്പ് ആർട്ടിക്കിൾ 15ഉം ആർട്ടിക്കിൾ 16ഉമാണ്. ആർട്ടിക്കിൾ 15ഉം ആർട്ടിക്കിൾ 16ഉമാണ്. എന്താണ് ആർട്ടിക്കിൾ 15? മതത്തിന്റെ, ഗോത്രത്തിന്റെ, ജാതിയുടെ, ലിംഗത്തിന്റെ വിവേചനം തടയുക. ക്ലിയർ? മതത്തിന്റെ, ഗോത്രത്തിന്റെ, ജാതിയുടെ, ലിംഗത്തിന്റെ വിവേചനം തടയുക. ആർട്ടിക്കിൾ 15. ക്ലിയർ ആണെങ്കിൽ ആർട്ടിക്കിൾ 16, പൊതു ഇടങ്ങളിൽ, ജോലി സ്ഥലങ്ങളിൽ തുല്യ അവസരം നൽകുക. പൊതു ഇടങ്ങളിൽ, ജോലി സ്ഥലങ്ങളിൽ തുല്യ അവസരം നൽകുക. ആർട്ടിക്കിൾ 16. ആർട്ടിക്കിൾ 15 വിവേചനം തടയുക. ആർട്ടിക്കിൾ 16 തുല്യ അവസരം നൽകുക. 15ഉം 16ഉം ഭരണഘടനയിൽ ഭേദഗതി, സാമ്പത്തിക സംവരണവുമായി ബന്ധപ്പെട്ട് ഭേദഗതി ചെയ്ത, അതിന് കാരണമായ ഭേദഗതികൾ, ആർട്ടിക്കിൾ, വകുപ്പുകൾ. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ അടുത്ത പോയിന്റിലേക്ക്. രാജ്യത്ത് ഭേദഗതി നിയമം പാസ്സാക്കിയപ്പോ ഭേദഗതിക്കെതിരെ സുപ്രീം കോടതിയിൽ ഹർജി നൽകിയ സംഘടനയാണ് യൂത്ത് ഫോർ ഈക്വാലിറ്റി. ഏതാ സംഘടന? യൂത്ത് ഫോർ ഈക്വാലിറ്റി. 2006 ഏപ്രിൽ 4 രൂപീകൃതമായ യൂത്ത് ഫോർ ഈക്വാലിറ്റിയാണ് ഭേദഗതിക്കെതിരെ സുപ്രീം കോടതിയിൽ ഹർജി നൽകിയ സംഘടന. അപ്പൊ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? പഠിച്ച കാര്യങ്ങൾ ഓർത്തു വെച്ച്. എന്താ പഠിച്ചത്? 10% സംവരണം ആർക്കാ കൊടുക്കുക? ജനറൽ വിഭാഗത്തിലെ ആളുകൾക്ക്. അവരെങ്ങനെയായിരിക്കണം? സാമ്പത്തിക വിഭാഗത്തിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കണം. 2019 ജനുവരി 7 ലോകസഭ പാസ്സാക്കിയ അതേ ബില്ല് 2019 ജനുവരി 7 മന്ത്രിസഭ പാസ്സാക്കിയ ബില്ല്, 2019 ജനുവരി 8 ലോകസഭ പാസ്സാക്കിയ ബില്ല്, 2019 ജനുവരി 9 രാജ്യസഭ പാസ്സാക്കിയ ബില്ല്, 2019 ജനുവരി 12 യുവജന ദിനത്തിനന്ന് രാഷ്ട്രപതി ഒപ്പുവെച്ച ബില്ല്, 123ാമത്തെ ഭേദഗതി ബില്ല്, 124ാമത്തെ ഭേദഗതി ബില്ല്, 103ാമത്തെ സംവരണം നൽകുന്ന ഭേദഗതി. ക്ലിയർ ആണെങ്കിൽ ഓർത്തു വെച്ചോ. 10% സാമ്പത്തിക സംവരണം നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനമാണ് ഗുജറാത്ത്. 2019 ജനുവരി 14 ഓർത്തോ. ജനുവരി 12 ഒപ്പുവെച്ചു. ജനുവരി 14 ഗുജറാത്തിൽ നടപ്പിലാക്കി. രണ്ടാമത് സംസ്ഥാനമാണ് ജാർഖണ്ഡ്. മൂന്നാമത്തത് ഉത്തർപ്രദേശ്, വിജയ് രൂപാണിയുടെ ഗുജറാത്ത്, ഹേമന്ത് സോറന്റെ ജാർഖണ്ഡ്, യോഗി ആദിത്യനാഥിന്റെ ഉത്തർപ്രദേശ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ 103ാമത് ഭേദഗതി പ്രകാരം സാമ്പത്തിക സംവരണം നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം ഗുജറാത്ത് ആണെന്ന് ഓർത്തു വെക്കുക. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇത്രയും കാര്യങ്ങൾ സാമ്പത്തിക സംവരണവുമായി ബന്ധപ്പെട്ട് ഓർത്തു വെക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞത് എന്താണെന്നറിയില്ലേ? സാമ്പത്തിക സെൻസസ് പഠിച്ചു, സാമ്പത്തിക സംവരണം പഠിച്ചു. ഇനി അടുത്തതാണ് 2019 കൂടി രാജ്യത്ത് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി. 17ന്റെ തുടക്കത്തിൽ 27 ബാങ്കുകൾ ഉണ്ടായിരുന്ന രാജ്യത്ത് 19ൽ 12 ബാങ്കുകളായി. അഥവാ ഇന്ത്യയിൽ നിലവിലുള്ളത് 12 ബാങ്കുകളാ. ബാങ്കുകളുടെ ലയനം ഓർത്തു വെച്ചോ. PSC ഈ ലയനത്തിന് ശേഷം നടന്ന പരീക്ഷകളിലൊക്കെ ചോദിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് പ്രത്യേകത? 2020 ഏപ്രിൽ 1 മുതൽ ഇന്ത്യയിലെ പൊതുമേഖലാ ബാങ്കുകളുടെ എണ്ണം
12 അഥവാ ഇന്ത്യയിൽ ഇപ്പോൾ ഉള്ള ബാങ്കുകളുടെ എണ്ണം 12 പഠിച്ചു വെച്ചോ. എന്താ പഠിക്കേണ്ടതെന്നറിയോ? കേന്ദ്ര സർക്കാർ 3 വട്ടം ബാങ്കുകൾ ലയിപ്പിച്ചു. 2017 27 ബാങ്കുകൾ ഉണ്ടായിരുന്നത് 2019 12 ബാങ്കുകളായി. ഏറ്റവും വലിയ ലയനം നടന്നിട്ടുണ്ട്. ശ്രദ്ധിച്ചു വെച്ചോ, ഏറ്റവും വലിയ ലയനം നടന്നിട്ടുണ്ട്. ഓർത്തു വെക്കാൻ വേണ്ടി പറയാം, ആദ്യത്തെ ലയനം, ഫസ്റ്റ് ലയനം ഓർത്തു വെച്ചോ. ആദ്യമായിട്ട് ബാങ്ക് ലയിപ്പിക്കുക. ആദ്യത്തെ ലയനം 5 അസോസിയേറ്റ് ബാങ്കുകളും ഭാരതീയ മഹിളാ ബാങ്കും SBIയിൽ ലയിച്ചു, അഥവാ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ലയിച്ചു. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. 5 അസോസിയേറ്റ് ബാങ്കുകൾ, ശ്രദ്ധിക്കണേ, 5 അസോസിയേറ്റ് ബാങ്കുകൾ ഭാരതീയ മഹിളാ ബാങ്കും SBIയിൽ ലയിച്ചു. 5 അസോസിയേറ്റ് ബാങ്കുകളും ഭാരതീയ മഹിളാ ബാങ്കും SBIയിലാണ് ലയിച്ചത്. ഭാരതീയ മഹിളാ ബാങ്ക് അറിയാം, വനിതകൾക്ക് വേണ്ടിയിട്ട് ഒരു ബാങ്ക്, ഭാരതീയ മഹിളാ ബാങ്ക്. ചെറുകിട വ്യവസായങ്ങൾക്ക് വേണ്ടി നമ്മൾ ലോൺ കൊടുക്കാൻ വേണ്ടി മുദ്രാ ബാങ്ക്, കാർഷിക ആവശ്യങ്ങൾക്ക് വേണ്ടി നബാർഡ്. ഓക്കെ, നമ്മൾ അതേപോലെ പഠിക്കും. വനിതകൾക്ക് വേണ്ടി ഒരു ബാങ്ക്, ഭാരതീയ മഹിളാ ബാങ്ക്. 5 അസോസിയേറ്റ് ബാങ്കുകളും ഭാരതീയ മഹിളാ ബാങ്കും SBI ലയിച്ചതോടുകൂടി ആദ്യത്തെ ലയനം കഴിഞ്ഞു. എന്താ നോത്തു വെച്ചോ, ഇനി പഠിച്ചോ. 5 അസോസിയേറ്റ് ബാങ്കുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയണം. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ബിക്കാനീർ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് പട്യാല, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഹൈദരാബാദ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് മൈസൂർ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ, നമ്മുടെ സ്വന്തം SBT. ഓർത്തു വെക്കണേ, നമ്മുടെ സ്വന്തം SBT. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഏതൊക്കെയാണെന്നറിയോ? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ബിക്കാനീർ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് പട്യാല, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഹൈദരാബാദ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് മൈസൂർ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ, അഥവാ നമ്മുടെ സ്വന്തം SBT. ക്ലിയർ? അപ്പൊ ഏതൊക്കെയാ? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ബിക്കാനീർ, പാട്യാല, ഹൈദരാബാദ്, മൈസൂര്, ട്രാവൻകൂർ. പാട്യാല, ഹൈദരാബാദ്, ബിക്കാനീർ, ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ. ഭാരതീയ മഹിളാ ബാങ്ക് കൂടി ചേർന്ന് 2017 ഏപ്രിൽ 1 ലയിച്ചു. ഫസ്റ്റ് ലയനം പഠിച്ചു. 5 അസോസിയേറ്റ് ബാങ്ക് പ്ലസ് ഭാരതീയ മഹിളാ ബാങ്ക് ലയിച്ചു SBIയിൽ 2017 ഏപ്രിൽ 1. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ആദ്യത്തെ ലയനം കഴിഞ്ഞു. ആദ്യത്തെ ലയനം കഴിഞ്ഞപ്പോൾ രണ്ടാമത്തെ ലയനം വന്നു. വിജയ ബാങ്കും, ആദ്യത്തെ ലയനം SBIയിലാണ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലാണ്. രണ്ടാമത്തെ ലയനം വന്നു. ഏതൊക്കെയാ രണ്ടാമത്തെ ലയനം? വിജയ ബാങ്കും ദേനാ ബാങ്കും. വിജയ ബാങ്കും ദേനാ ബാങ്കും ബാങ്ക് ഓഫ് ബറോഡയിൽ ലയിച്ചു. ക്ലിയർ? ഓക്കെ, വിജയ ബാങ്കും ദേനാ ബാങ്കും ബാങ്ക് ഓഫ് ബറോഡയിൽ ലയിച്ചു. ആദ്യത്തെ വലിയ ബാങ്ക്, ആദ്യ ലയനം SBIയിലാണെങ്കിൽ രണ്ടാമത്തത് ബാങ്ക് ഓഫ് ബറോഡയിലാ. ആദ്യത്തെ ഏറ്റവും വലിയ ബാങ്ക് SBI ആണ്, മൂന്നാമത്തെ ബാങ്ക് ബാങ്ക് ഓഫ് ബറോഡയാണ്. നമ്മളെ ഫാക്ട് പഠിക്കാം, ലാസ്റ്റ് പഠിക്കാം. 2019 ഏപ്രിൽ 1. അപ്പൊ മുമ്പത്തതോ 2017 ഏപ്രിൽ 1. ഇപ്പോഴത്തതോ 2019 ഏപ്രിൽ 1. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഏപ്രിൽ 1 സാമ്പത്തിക വർഷം ആരംഭിക്കും, മാർച്ച് 31 വരെ. ക്ലിയർ? അപ്പോ വിജയ ബാങ്കും ദേനാ ബാങ്കും ബാങ്ക് ഓഫ് ബറോഡ. അപ്പോ സ്റ്റേറ്റ് ബാങ്ക് പ്ലസ് ഭാരതീയ മഹിളാ ബാങ്ക് SBI. വിജയ ബാങ്കും ദേനാ ബാങ്കും ഭാരതീയ ബാങ്ക് ഓഫ് ബറോഡയിൽ മൂന്നാമത്തെ ലയനം, അവസാനത്തെ ലയനം. ഏതൊക്കെയാ മൂന്നാമത്തെ ലയനം പഠിക്കാനുണ്ട്? പഠിച്ചോ. ഏതൊക്കെയാ? ഓറിയന്റൽ ബാങ്ക് ഓഫ് കൊമേഴ്സ് പ്ലസ് യുണൈറ്റഡ് ബാങ്ക് പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ലയിച്ചു. പഞ്ചാബ് നാഷണൽ ബാങ്ക് അഥവാ BNB, പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ലയിച്ചത് ഓർത്തു വെച്ചോ, ഓറിയന്റൽ ബാങ്ക് ഓഫ് കൊമേഴ്സും യുണൈറ്റഡ് ബാങ്കും. അപ്പൊ ഓറിയന്റൽ ബാങ്ക് ഓഫ് കൊമേഴ്സ്, യുണൈറ്റഡ് ബാങ്ക് ലയിച്ചത് പഞ്ചാബ് നാഷണൽ ബാങ്കിലാണ്. അടുത്തത് ഏതാ? സിൻഡിക്കേറ്റ് ബാങ്ക് കാനറ ബാങ്കിൽ ലയിച്ചു. 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 ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോ നമ്മൾ നേരത്തെ പഠിച്ചത് എന്താ? ഓറിയന്റൽ ബാങ്ക് ഓഫ് കൊമേഴ്സും യുണൈറ്റഡ് ബാങ്കും പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ലയിച്ചു. ഓറിയന്റൽ ബാങ്ക് ഓഫ് കൊമേഴ്സും യുണൈറ്റഡ് ബാങ്കും പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ലയിച്ചു. ഓറിയന്റൽ, യുണൈറ്റഡും പഞ്ചാബിൽ ലയിച്ചു. ക്ലിയർ ആണെന്ന് വിചാരിക്കൂ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ പഠിച്ചത് എന്താ? സിൻഡിക്കേറ്റ് ബാങ്കും കനറ ബാങ്കും. സിൻഡിക്കേറ്റ് ബാങ്കും കനറ ബാങ്കും എന്തിൽ ലയിച്ചു? സിൻഡിക്കേറ്റ് ബാങ്ക് കനറ ബാങ്കിൽ ലയിച്ചു. സിൻഡിക്കേറ്റ് ബാങ്ക് കനറ ബാങ്കിൽ ലയിച്ചു. ആന്ധ്ര ബാങ്ക്, ശ്രദ്ധിക്കണേ, ആന്ധ്ര ബാങ്ക്, സിൻഡിക്കേറ്റ് ബാങ്ക് കനറ ബാങ്കിൽ ലയിച്ച് ആന്ധ്ര ബാങ്ക് കോർപ്പറേഷൻ ബാങ്കും, ആന്ധ്ര ബാങ്കും കോർപ്പറേഷൻ ബാങ്കും യൂണിയൻ ബാങ്കിൽ ലയിച്ചു. ക്ലിയർ? ഓർത്തു വെക്കാൻ വേണ്ടിയിട്ടാണ് ഫസ്റ്റ് ലെറ്റർ എഴുതിയത്. എന്തൊക്കെയാ? ആന്ധ്ര ബാങ്ക്, കോർപ്പറേഷൻ ബാങ്ക്, യൂണിയൻ ബാങ്കിൽ ലയിച്ചു. ഓക്കെ, ക്ലിയർ? അപ്പോൾ പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ലയിച്ച ബാങ്കുകളുടെ എണ്ണം 2. ഓറിയന്റൽ ബാങ്ക് ഓഫ് കൊമേഴ്സും യുണൈറ്റഡ് ബാങ്കും. കാനറ ബാങ്കിൽ സിൻഡിക്കേറ്റ് ബാങ്ക് ഇമ്പോർട്ടന്റ് ആണ്. ആന്ധ്ര ബാങ്ക്, കോർപ്പറേഷൻ ബാങ്ക്, യൂണിയൻ ബാങ്കിൽ ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് അലഹാബാദ് ബാങ്ക് ഇന്ത്യൻ ബാങ്കിൽ ലയിച്ചു. അലഹാബാദ് ബാങ്ക് ഇന്ത്യൻ ബാങ്കിൽ ലയിച്ചു. അപ്പൊ 3 പ്രധാനപ്പെട്ട ലയനം. മൂന്നാമത്തെ ലയനത്തിൽ പ്രധാനപ്പെട്ട 4 ബാങ്കുകൾ, കുറെ ബാങ്കുകൾ ലയിച്ചു. ഇന്ത്യൻ ബാങ്കിൽ ലയിച്ചു, യുണൈറ്റഡ് ബാങ്കിൽ ലയിച്ചു, PNB ലയിച്ചു, ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് കനറ ബാങ്കിലും ലയിച്ചു.
അപ്പൊ ലയിച്ച ബാങ്കുകളൊക്കെ കൃത്യമായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. അപ്പൊ ബാങ്കുകളുടെ ലയനം കഴിഞ്ഞപ്പോ ആ ബാങ്കുകളുടെ വലിപ്പത്തിൽ മാറ്റം വന്നിട്ടുണ്ടാകൂലേ? ആ വലിപ്പമാണ് കുട്ടികളെ ഏറ്റവും വലുത് SBI. അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്ക് SBI. ക്ലിയർ? ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്ക് SBI. രണ്ടാമത്തെ പൊതുമേഖലാ ബാങ്കാണ് പഞ്ചാബ് നാഷണൽ ബാങ്ക്. മൂന്നാമത്തെ ബാങ്കാണ് ബാങ്ക് ഓഫ് ബറോഡ. മൂന്നെണ്ണം പഠിക്കുക. ഒന്നേതാ? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഒന്നേതാ? SBI. രണ്ടേതാ? പഞ്ചാബ് നാഷണൽ ബാങ്ക്. രണ്ടേതാ? PNB. മൂന്നേതാ? ബാങ്ക് ഓഫ് ബറോഡ. ക്ലിയർ? ക്ലിയർ? ബാക്കിയുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. അടുത്തത് നാലാമത്തത് കനറ ബാങ്ക്, യൂണിയൻ ബാങ്ക്, ബാങ്ക് ഓഫ് ഇന്ത്യ, ഇന്ത്യൻ ബാങ്ക്. ഓർത്തു വെക്കാൻ വേണ്ടി മാത്രം 4 കനറ ബാങ്ക്. കനറ ബാങ്ക് വലിപ്പത്തിൽ എത്രാമത്തെ ബാങ്കാ? 4ാമത്തെ ബാങ്ക്. ഓക്കെ, ഒന്നേതാ? SBI. രണ്ടേതാ? പഞ്ചാബ്. മൂന്നേതാ? ബാങ്ക് ഓഫ് ബറോഡ. നാലേതാ? കനറ ബാങ്ക്. കനറ ബാങ്ക് എത്രാമത്തെ വലിയ ബാങ്കാ? 4ാമത്തെ വലിയ ബാങ്ക്. ക്ലിയർ? ലയനം കഴിഞ്ഞു. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്ക് SBI. ഏത് SBI? ദിനേശ് കുമാർ ഘാറ ചെയർമാൻ ആയിട്ടുള്ള SBI. ഏത് SBI? ദിനേശ് കുമാർ ഘാറ ചെയർമാൻ ആയിട്ടുള്ള SBI. മറന്നു പോകരുതേ. രണ്ടാമത്തെ ബാങ്കാണ് പഞ്ചാബ് നാഷണൽ ബാങ്ക്. ദിനേശ് കുമാർ ഘാറ SBI. ക്ലിയർ? ഓർത്തു വെക്കുക. അപ്പൊ രണ്ടാമത്തെ ബാങ്കാണ് പഞ്ചാബ് നാഷണൽ ബാങ്ക്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. രണ്ടാമത്തത് പഞ്ചാബ് നാഷണൽ ബാങ്ക് ആണെന്ന് വിചാരിക്കുന്നു. ഓർത്തു വെക്കുക. മൂന്നാമത് ഏറ്റവും വലിയ ബാങ്ക് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു പഞ്ചാബ് ബാങ്ക് ഓഫ് ബറോഡ. നമ്മൾ ഇത്ര കാര്യങ്ങളാണ് ഓർത്തു വെക്കുന്നത്. ഇനി ഇന്ത്യയിലെ ഏറ്റവും വലിയ ബാങ്ക് SBI എന്ന് പഠിച്ചു. ലോകത്തിലെ ഏറ്റവും വലിയ ബാങ്ക് എന്ന് ചോദിച്ചാൽ ഇൻഡസ്ട്രിയൽ ആൻഡ് കൊമേഴ്സ്യൽ ബാങ്ക് ഓഫ് ചൈന. ലോകത്തിലെ ഏറ്റവും വലിയ ബാങ്ക് ഏതാ? ഇൻഡസ്ട്രിയൽ ആൻഡ് കൊമേഴ്സ്യൽ ബാങ്ക് ഓഫ് ചൈന. 1984 ബെയ്ജിംഗ് ആസ്ഥാനമായി രൂപീകരിച്ച് പ്രവർത്തിക്കുന്ന ഇൻഡസ്ട്രിയൽ ആൻഡ് കൊമേഴ്സ്യൽ ബാങ്ക് ഓഫ് ചൈന. അപ്പൊ ഏറ്റവും വലിയ ലോകത്തിലെ ഏറ്റവും വലിയ ബാങ്ക്. ക്ലിയർ? വലിപ്പത്തിൽ 43ാം സ്ഥാനമാണ് SBI. അപ്പൊ നേരത്തെ എന്താ? ഇന്ത്യയിലെ ഏറ്റവും വലിയ ബാങ്ക് SBI. ലോകത്തിലോ? ബാങ്ക് ഓഫ് ചൈനയുടെ ബാങ്ക്. ലോകത്ത് 43ാം സ്ഥാനം ആരാ? SBI. ക്ലിയർ? അപ്പൊ ബാങ്കിന്റെ ലയനം മനസ്സിലായി. അപ്പൊ നമ്മൾ ബേസിക് പിന്നെ നമ്മൾ പഠിച്ചത് എന്താണെന്നറിയോ? പിന്നെ നമ്മൾ പഠിച്ച ഭാഗം ഏതാണെന്നറിയോ? സാമ്പത്തിക സംവരണം, സാമ്പത്തിക സെൻസസ്, സാമ്പത്തിക സംവരണം, ബാങ്കുകളുടെ ലയനം. അപ്പൊ ബാങ്കുകളുടെ ലയനം വരെയായി. ഇതേപോലെ 2020 നമ്മൾ ചർച്ച ചെയ്തൊരു ബാങ്ക് ഉണ്ട്. ആ ബാങ്ക് പറയുന്നതിന് മുമ്പ് നമ്മൾ ബാങ്കുകളെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുന്നില്ലെങ്കിലും ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്ന റിസർവ് ബാങ്ക്, ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്ന റിസർവ് ബാങ്ക്, സെക്യൂരിറ്റി എക്സ്ചേഞ്ചുമായി ബന്ധപ്പെട്ട സെബി, ചെറുകിട വ്യവസായങ്ങൾക്ക് വായ്പ നൽകുന്ന നബാർഡ്, പിന്നെ നമ്മളെ ഇൻഷുറൻസിന്റെ ബാങ്കായ ഇൻഷുറൻസിന്റെ കോർപ്പറേഷനായ LIC. ഇത്ര കാര്യങ്ങൾ. അപ്പൊ എങ്ങനെ പഠിക്കാൻ സിമ്പിൾ മെത്തേഡാ. എന്താ? സ്ഥാപനം ഏതാ? RBI, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. നമ്മൾ പഠിക്കുകയാണ്. SBIയുടെ ചെയർമാൻ ആരാ? ദിനേശ് കുമാർ ഘാറ. നമ്മൾ പഠിച്ചു. ഇന്ത്യയുടെ ധനകാര്യമന്ത്രി ആരാ? നിർമ്മല സീതാരാമൻ. നമ്മൾ പഠിച്ചു. ധനകാര്യ സെക്രട്ടറി ആരാ? അതാ ഫിനാൻസ് സെക്രട്ടറി ആരാ? നമ്മൾ പഠിച്ചു. ഓക്കെ, ഇന്ത്യയുടെ ചീഫ് എക്കണോമിക് അഡ്വൈസർ ആരാ? നമ്മൾ പഠിച്ചു. ക്ലിയർ? സാമ്പത്തിക സെൻസസ് എത്രാമത്തതാണ്? പഠിച്ചു. സംവരണ ബില്ല് ലോകസഭയും രാജ്യസഭയും പ്രസിഡന്റും ഒപ്പുവെച്ചതെന്നാ പഠിച്ചു. അതേപോലെ നമ്മൾ പഠിക്കുകയാണ് RBI 1935 ഏപ്രിൽ 1 രൂപീകരിച്ചു. 1935 ഏപ്രിൽ 1 രൂപീകരിച്ച RBI എന്ന് പറയുന്ന ബാങ്ക്, 1935 ഏപ്രിൽ 1 രൂപീകരിച്ച RBI എന്ന് പറയുന്ന ബാങ്ക് ദേശസാൽക്കരിച്ചത് 1949 ജാനുവരി 1 ക്ലിയർ? 35 രൂപീകരിച്ച ബാങ്ക് ദേശസാൽക്കരിക്കുന്നത് 49 ആസ്ഥാനം മുംബൈയാണ്. ആസ്ഥാനം എവിടെയാണ്? മുംബൈയാണ്. നിലവിലെ ഹെഡ് അഥവാ നിലവിലെ അധ്യക്ഷൻ, നിലവിലെ ചെയർമാൻ ശക്തികാന്ത ദാസ് അഥവാ RBIയുടെ ഗവർണർ ശക്തികാന്ത ദാസ്. എത്രാമത്തെ ഗവർണറാണ്? 25ാമത്തെ ഗവർണറാണ്. കേരള BC എന്താ ചോദിക്കുക? RBIയുടെ എത്രാമത്തെ ഗവർണറാണ്? ശക്തികാന്ത ദാസ് 25. RBIയുടെ ഗവർണറായ ശക്തികാന്ത ദാസ് എത്രാമത്തെ ഗവർണറാണ്? 25. 25ാമത്തെ ഗവർണറുടെ പേരെന്താ? ശക്തികാന്ത ദാസ്. എങ്ങനെ ചോദിച്ചാലും ആൻസർ പറയണം. RBI, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ക്ലിയർ? ഓക്കെ. റിസർവ് ബാങ്കിന്റെ കയ്യിൽ കുറെ പണമുണ്ട് കൈവശം. അതുകൊണ്ടാണ് നമ്മൾ അതിനെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് വിളിക്കുന്നത്. റിസർവ്ഡ് മണി സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു. ക്ലിയർ? റിസർവ് ബാങ്കിന്റെ കൈവശമുള്ള പണം കേന്ദ്ര സർക്കാരിന് നൽകുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ റിസർവ് ബാങ്കിന്റെ കൈവശമുള്ള പണം എടുക്കാൻ പോവുക. അങ്ങനെ നൽകുന്ന പണം കേന്ദ്ര സർക്കാരിന് നൽകുന്നതിന് വേണ്ടി രൂപരേഖ തയ്യാറാക്കുന്നതിനായി, ശ്രദ്ധിക്കണേ, രൂപരേഖ തയ്യാറാക്കുന്നതിനായി രൂപീകരിച്ച കമ്മീഷനാണ് ബിമൽ ജലാൻ കമ്മീഷൻ. കമ്മീഷന്റെ പേര് ബിമൽ ജലാൻ കമ്മീഷൻ. ഓർത്തു വെക്കണം കേട്ടോ, ബിമൽ ജലാൻ കമ്മീഷൻ. അപ്പൊ ജലാൻ കമ്മീഷൻ ആണെന്ന് ഓർത്തു വെക്കുക. അപ്പോ
എന്താണ് RBIയുടെ ഗവർണറുടെ പേരെന്താ? RBIയുടെ ഗവർണറുടെ പേരെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓർത്തു വെക്കുക, ശക്തികാന്ത ദാസ്. ഇനി സെബി, സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. അപ്പൊ സെബി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ക്യാപിറ്റൽ ക്രെഡിറ്റ് റെഗുലേറ്റഡ് മാർക്കറ്റ് ഇൻ ഇന്ത്യ. ക്ലിയർ? അപ്പൊ സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന സെബി എന്ന് പറയുന്ന സംഘടന, സെബി എന്ന് പറയുന്ന സ്ഥാപനം 1988 ഏപ്രിൽ 22-നാണ് രൂപീകരിച്ചത്. ക്ലിയർ? 1988 ഏപ്രിൽ 22-നാണ് രൂപീകരിച്ചത്. ഏപ്രിൽ 22-ന് രൂപീകരിച്ച സെബി എന്ന് പറയുന്ന സ്ഥാപനത്തിന് സ്റ്റാറ്റ്യൂട്ടറി പദവി ലഭിച്ചത് 1992-ലാണ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഏപ്രിൽ 22, 1988 രൂപീകരിച്ച സെബിക്ക് സ്റ്റാറ്റ്യൂട്ടറി പദവി ലഭിച്ചത് 92-ലാണ്. ആസ്ഥാനം മുംബൈയാണ്. ചെയർമാൻ അജയ് ത്യാഗിയാണ്. അപ്പൊ RBIയുടെ ചെയർമാൻ ആരാ? ശക്തികാന്ത ദാസ്. സെബിയുടെ ചെയർമാൻ ആരാ? അജയ് ത്യാഗി. RBI ഫണ്ട് കൈമാറ്റം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കണേ, RBI റിസർവ് ബാങ്കിന്റെ കൈവശമുള്ള പണം കേന്ദ്ര സർക്കാരിന് നൽകുന്നതിന് വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മീഷനാണ് ബിമൽ ജലാൻ കമ്മീഷൻ. ഒരു കമ്മീഷനും കൂടി വേണമെങ്കിൽ പഠിച്ചോളൂ. ശ്രദ്ധിച്ചിരുന്നു, നേരത്തെ നമ്മൾ എടുത്തു സാമ്പത്തിക സംവരണം എന്ന് പറയുന്ന ഒരു ഭാഗം. സാമ്പത്തിക സംവരണം എന്ന് പറയുന്ന ഭാഗത്തിൽ സാമ്പത്തിക സംവരണത്തിന് 10% സാമ്പത്തിക സംവരണം നൽകുന്നു എന്ന് നമ്മൾ പഠിച്ചു. അതിൽ കേരള സംസ്ഥാന സർക്കാർ നിയോഗിച്ച കമ്മീഷനാണ് ശ്രീധരൻ കമ്മീഷൻ. കേരള സംസ്ഥാന സർക്കാർ നിയോഗിച്ച കമ്മീഷനാണ് ശ്രീധരൻ കമ്മീഷൻ. ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, കേരള സംസ്ഥാന സർക്കാർ നിയോഗിച്ച കമ്മീഷനാണ് ശ്രീധരൻ കമ്മീഷൻ. അപ്പൊ എന്താണ് ബിമൽ ജലാൻ കമ്മീഷൻ എന്ന് ചോദിച്ചാൽ, ബിമൽ ജലാൻ കമ്മീഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും റിസർവ് ബാങ്കിന്റെ കൈവശമുള്ള പണം കേന്ദ്ര സർക്കാരിന് നൽകാൻ വേണ്ടി. ശ്രീധരൻ കമ്മീഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാമ്പത്തിക സംവരണവുമായി ബന്ധപ്പെട്ട് കേരളത്തിന്റെ മാനദണ്ഡം നിർണ്ണയിക്കാൻ വേണ്ടി നിയോഗിച്ച കമ്മീഷൻ. ക്ലിയർ ആണെങ്കിൽ അടുത്ത പോയിന്റ്. അപ്പോ ഞാൻ പറഞ്ഞു വന്നത് ഏറ്റവും പ്രധാനപ്പെട്ട് ഓർത്തു വെക്കേണ്ടത് RBIയുടെ ചെയർമാൻ ശക്തികാന്ത ദാസ്, സെബിയുടെ ചെയർമാൻ ആര് എന്നാണ് ചോദ്യമെങ്കിൽ ആരാ? അജയ് ത്യാഗി. നബാർഡ് ചെറുകിട വ്യവസായങ്ങൾക്ക് അല്ലെങ്കിൽ കാർഷിക ആവശ്യങ്ങൾക്ക് വായ്പ നൽകുന്ന ബാങ്ക് നബാർഡ്. കാർഷിക ആവശ്യങ്ങൾക്ക് വായ്പ നൽകുന്ന ബാങ്ക് നബാർഡാണ്. നബാർഡ് 1982 ജൂലൈ 12-നാണ് രൂപീകരിച്ചത്. ഒരുപാട് തവണ കേരള PSC ചോദിച്ച ചോദ്യമാണ് നബാർഡ് രൂപീകരിച്ചതെന്ന്. 1982 ജൂലൈ 12. നബാർഡ് രൂപീകരിച്ചതെന്ന് 1982 ജൂലൈ 12. ഒരു ചെറിയൊരു GK, ജൂലൈ 12 സേവ് വാട്ടർ ഡേ ആയിട്ട് ആഘോഷിക്കാൻ തീരുമാനിച്ച സ്റ്റേറ്റ് വെസ്റ്റ് ബംഗാൾ, പശ്ചിമ ബംഗാൾ. ജൂലൈ 12 സേവ് വാട്ടർ ഡേ ആയിട്ട് ആഘോഷിക്കാൻ തീരുമാനിച്ച സ്റ്റേറ്റ് പശ്ചിമ ബംഗാൾ അഥവാ വെസ്റ്റ് ബംഗാൾ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നബാർഡിന്റെ ആസ്ഥാനവും മുംബൈ. RBI മുംബൈ, സെബി മുംബൈ, നബാർഡ് മുംബൈ. ക്ലിയർ? നബാർഡിന്റെ ചെയർമാൻ ഗോവിന്ദ രാജുലു ചിന്താല. എന്ത് രസാ പേര് നോക്കൂ, ഗോവിന്ദ രാജുലു ചിന്താല. അപ്പൊ RBIയുടെ ഗവർണർ ആരാ? ശക്തികാന്ത ദാസ്. സെബിയുടെ ചെയർമാൻ ആരാ? അജയ് ത്യാഗി. നബാർഡിന്റെ ചെയർമാൻ ആരാ? ഗോവിന്ദ രാജുലു ചിന്താല. ഗോവിന്ദ രാജുലു ചിന്താല മറന്നു പോകരുത്. അടുത്തത് LIC, ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ. LIC, ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ. LIC 1956-ലാണ് രൂപീകൃതമായത്. 956 സെപ്റ്റംബർ 1-ന് 1956 സെപ്റ്റംബർ 1-ന് രൂപീകരിച്ചു. ആസ്ഥാനം മുംബൈയാണ്. LICയുടെ ആസ്ഥാനം മുംബൈയാണ്. നമ്മൾ പറഞ്ഞു 4 എണ്ണത്തിന്റെ ആസ്ഥാനം മുംബൈയാണ്. LICയുടെ ചെയർമാൻ MR കുമാർ. ക്ലിയർ? അപ്പൊ റിസർവ് ബാങ്കിന്റെ ചെയർമാൻ ആരാ? റിസർവ് ബാങ്കിന്റെ ഗവർണർ ശക്തികാന്ത ദാസ്. അങ്ങനെയാണെങ്കിൽ സെബി ആരാ? അജയ് ത്യാഗി. നബാർഡ് ആരാ? ഗോവിന്ദ രാജുലു ചിന്താല. LIC ആരാ? MR കുമാർ. SBI ആരാ? ദിനേശ് കുമാർ കാറ. പഠിച്ചു. 5 സ്ഥാപനങ്ങളുടെ അധ്യക്ഷന്മാരെ നമ്മൾ പഠിച്ചു കേട്ടോ. ക്ലിയർ ആണെങ്കിൽ അടുത്ത ഭാഗം ബാങ്ക് ലയനവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളെ കൂട്ടത്തിൽ. ഇനി നമ്മൾ കേട്ട ഒരു ബാങ്കാണ് യെസ് ബാങ്ക്. സാമ്പത്തിക പരാധീനതകൾ കാരണം, സാമ്പത്തികമായ പ്രശ്നങ്ങൾ കാരണം, ഇൻവെസ്റ്റേഴ്സിന്റെ പ്രശ്നങ്ങൾ കാരണം യെസ് ബാങ്ക് സാമ്പത്തിക പ്രതിസന്ധി നേരിട്ടു. നമ്മൾ പഠിച്ചു. 2004-ൽ ആരംഭിച്ച ബാങ്കാണ് യെസ് ബാങ്ക്. 2004-ൽ യെസ് ബാങ്ക് ആരംഭിച്ചു. യെസ് ബാങ്ക് സാമ്പത്തികമായി തകർന്നുകൊണ്ടിരിക്കുക. ആസ്ഥാനം മുംബൈയാണ്. അപ്പൊ നമ്മളിപ്പോ പഠിച്ചൊക്കെ ആസ്ഥാനം മുംബൈ. RBI മുംബൈ, സെബി മുംബൈ, നബാർഡ് മുംബൈ, ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പഠിച്ച LIC 1956 രൂപീകരിച്ച LIC, MR കുമാറിന്റെ LIC മുംബൈ ആസ്ഥാനം. യെസ് ബാങ്ക് മുംബൈയാണ് ആസ്ഥാനം. 2004-ലാണ് രൂപീകരിച്ചത്. 2004-ൽ രൂപീകരിച്ച യെസ് ബാങ്ക് സാമ്പത്തികമായി പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് കേന്ദ്ര സർക്കാർ ആ പ്രതിസന്ധിയെ തരണം ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഉണ്ടായിരുന്ന ആളുകളെ മാറ്റിയിട്ട് പുതിയ ഒരാളെ കൊണ്ടുവന്നു. പുതിയ അഡ്മിനിസ്ട്രേറ്ററെ കൊണ്ടുവന്നു. അഡ്മിനിസ്ട്രേറ്റർ പേര് പ്രശാന്ത് കുമാർ. ക്ലിയർ?
യെസ് ബാങ്കിൽ കേന്ദ്ര സർക്കാർ നിയോഗിച്ച പുതിയ അഡ്മിനിസ്ട്രേറ്റർ ആണ് പ്രശാന്ത് കുമാർ, റിസർവ് ബാങ്ക് നിയോഗിച്ച അഡ്മിനിസ്ട്രേറ്റർ. ക്ലിയർ? അപ്പൊ യെസ് ബാങ്കിന്റെ അഡ്മിനിസ്ട്രേറ്ററുടെ പേര് പ്രശാന്ത് കുമാർ. ഫാക്ട് മനസ്സിലായെങ്കിൽ അടുത്ത ചോദ്യം. എന്നിട്ട് കേന്ദ്ര സർക്കാർ പറഞ്ഞു, അഥവാ റിസർവ് ബാങ്ക് പറഞ്ഞു, പരമാവധി ഒരു മാസം 50,000 രൂപ പിൻവലിക്കാൻ പറ്റുള്ളൂ. പ്രശ്നം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്, തകർന്നുകൊണ്ടിരിക്കുകയാണ്, ഇൻവെസ്റ്റേഴ്സിന്റെ പ്രോബ്ലംസ് നേരിട്ടുകൊണ്ടിരിക്കുകയാണ്, ഓഹരിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. യെസ് ബാങ്കിൽ നിന്ന് 50,000 രൂപ മാസം പിൻവലിക്കാൻ പറ്റുള്ളൂ. പ്രശാന്ത് കുമാറാണ് പുതിയ അഡ്മിനിസ്ട്രേറ്റർ. ഈ യെസ് ബാങ്കും ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയാണ്, അഫോർഡ് പ്ലാൻ എന്ന് പറയുന്ന സ്റ്റാർട്ടപ്പ് കമ്പനി. അഫോർഡ് പ്ലാൻ എന്ന സ്റ്റാർട്ടപ്പ് കമ്പനിയും യെസ് ബാങ്കും ചേർന്ന് നടപ്പാക്കിയ ഹെൽത്ത് കാർഡാണ് സ്വസ്ഥ് കാർഡ്. ക്ലിയർ? ഇന്ത്യയിലെ ഏത് ബാങ്ക് നടപ്പിലാക്കിയ ഹെൽത്ത് കാർഡാണ് സ്വസ്ഥ് കാർഡ്? ക്ലിയർ? ഇന്ത്യയിലെ ഏത് ബാങ്ക് നടപ്പിലാക്കിയ ഹെൽത്ത് കാർഡാണ് സ്വസ്ഥ് കാർഡ്? ക്ലിയർ? യെസ് ബാങ്ക്, SBI, ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് പഞ്ചാബ് നാഷണൽ ബാങ്ക്, കാനറ ബാങ്ക്. ഏതാ? യെസ് ബാങ്ക്. അപ്പൊ യെസ് ബാങ്കും അഫോർഡ് പ്ലാൻ എന്ന സ്റ്റാർട്ടപ്പ് കമ്പനിയും സംയുക്തമായി ചേർന്ന് നടപ്പിലാക്കിയ ഹെൽത്ത് കാർഡാണ് സ്വസ്ഥ് കാർഡ്. യെസ് ബാങ്ക് രാജ്യത്ത് നടപ്പാക്കിയ പദ്ധതിയാണ് ലോൺ ഇൻ സെക്കൻഡ്സ് എന്ന പദ്ധതി നടപ്പിലാക്കിയത് യെസ് ബാങ്ക് ആണ്. ഇന്ത്യയിൽ ഏത് ബാങ്കാണ് ലോൺ ഇൻ സെക്കൻഡ്സ് എന്ന പദ്ധതി നടപ്പിലാക്കിയത്? യെസ് ബാങ്ക്. ക്ലിയർ ആണെങ്കിൽ പുതിയ അഡ്മിനിസ്ട്രേറ്റർ പേര് ഒരിക്കൽ കൂടി ഓർത്ത് വെച്ചോ, പ്രശാന്ത് കുമാർ. ഒരു മാസം പിൻവലിക്കാൻ പറ്റുന്നത് 50,000 രൂപ. അപ്പൊ യെസ് ബാങ്കും നമ്മൾ പഠിച്ചു. ക്ലിയർ?